മുസ്ലിം ലീഗുകാർക്ക് മലപ്പുറം എന്ന പോലെയാണ് മാർക്സിസ്റ്റുകാർക്ക് കണ്ണൂർ ജില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ധർമ്മടത്ത് പിണറായി വിജയൻ തോൽക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ അതൊരിക്കലും സംഭവിക്കില്ല. കോൺഗ്രസ്സിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് ഇരിക്കൂറും, മറ്റത് പേരാവൂരും. സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റാണ്. ഇത്തവണ ജയിച്ചാൽ മന്ത്രിയാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുടിയേറ്റ കർഷകർ അദ്ദേഹത്തെ കൈവിടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എതിരാളി ശൈലജ ടീച്ചറായാലും വേറെ ആരായാലും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയാണ്. മുസ്ലിം ലീഗുകാർക്ക് മലപ്പുറം എന്ന പോലെയാണ് മാർക്സിസ്റ്റുകാർക്ക് കണ്ണൂർ ജില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിൽ കുറച്ച് സത്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇളകാത്ത കോട്ടകൾ പലതും കണ്ണൂർ ജില്ലയിലുണ്ട്. എന്നാൽ അത്ര വലിയ ഒരു LDF കോട്ടയല്ല ഈ കണ്ണൂർ ജില്ല. അവിടെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവർക്ക് ജയിക്കാൻ കഴിയുന്ന, അവർക്ക് മാത്രം ജയിക്കാൻ പറ്റുന്ന ചില സീറ്റുകളും അവിടെയുണ്ട്. അപ്പോൾ കണ്ണൂർ ജില്ലയുടെ പൊതുവായിട്ടൊരു രാഷ്ട്രീയ ചിത്രം നമ്മൾ പെട്ടെന്ന് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമല്ല അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള ഏതാനും മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 7 മണ്ഡലങ്ങളുണ്ട്. അത് വടക്ക് നിന്ന് തെക്കോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ പയ്യന്നൂർ, കല്യാശ്ശേരി, മട്ടന്നൂർ, പിന്നെ ധർമ്മടം, അതുപോലെ തലശ്ശേരി, കൂത്തുപറമ്പ് എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളാണ്. ഇവിടെയൊക്കെ സാധാരണ രീതിയിൽ CPM സ്ഥാനാർത്ഥികൾ, CPM പിന്തുണയ്ക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളെ ജയിക്കുള്ളൂ. കൂത്തുപറമ്പ് എന്ന് പറയുമ്പോൾ പഴയ കൂത്തുപറമ്പല്ല, ഇപ്പോൾ അത് പഴയ പാനൂർ, പെരിങ്ങളം ഉൾപ്പെട്ട നമ്മുടെ KP മോഹനൻ്റെ മണ്ഡലമാണ്. അവിടെ മോഹനൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. മോഹനന് തന്നെയാണ് ജയസാധ്യത. എന്നാലും കോൺഗ്രസ്സുകാർക്ക് ലീഗുകാർക്ക് കൂടി ആഞ്ചി പിടിച്ചാൽ ഒരു പക്ഷേ കൂത്തുപറമ്പ് ജയിക്കാൻ പറ്റിയേക്കും. മറ്റ് മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വെറുതെ ചർച്ച ചെയ്ത് സമയം കളഞ്ഞിട്ടൊരു കാര്യമില്ല. ധർമ്മടത്ത് പിണറായി വിജയൻ തോൽക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ അതൊരിക്കലും സംഭവിക്കില്ല. കല്യാശ്ശേരിയിലും മട്ടന്നൂരും പയ്യന്നൂരും തളിപ്പറമ്പിലും ഒക്കെ ഇത് തന്നെയാണ് ഏതാണ്ട് സ്ഥിതി. പിന്നെ അവിടെ ചില ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളെന്ന് പറയുന്നത്, ഒന്ന് PK ശ്യാമള അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തളിപ്പറമ്പ് മണ്ഡലത്തിൽ അവതരിക്കുമോ, അവതരിച്ചാൽ എന്തായിരിക്കും ഫലം എന്നുള്ളതാണ്. അല്ലെങ്കിൽ AN ഷംസീറിനെ മാറ്റിയതുകൊണ്ട് തലശ്ശേരിയിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകും? വലിയ പ്രത്യാഘാതമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള സഖാവ് മധുസൂദനൻ പയ്യന്നൂർ വീണ്ടും മത്സരിക്കും. ഇതൊക്കെ സാധാരണക്കാരായ സഖാക്കൾ എങ്ങനെ സഹിക്കും? അവിടെ റിബലായിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും മാർക്സിസ്റ്റ് വിമതൻ അവതരിക്കാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചാ വിഷയങ്ങളാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഇതൊന്നും വലിയ മാറ്റം ഉണ്ടാക്കിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ കോൺഗ്രസ്സിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിലേക്ക് പോകാം. കോൺഗ്രസ്സിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് ഇരിക്കൂറും, മറ്റത് പേരാവൂരുമാണ്. പണ്ട് മുതലേ കോൺഗ്രസ്സുകാർ ജയിക്കുന്ന സീറ്റുകളാണ്. മാത്രമല്ല, ഈ തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് കുടിയേറിയ ക്രൈസ്തവരായ കർഷകർക്ക് പ്രാമുഖ്യമുള്ള 2 മണ്ഡലങ്ങളാണ് ഇത് രണ്ടും. പേരാവൂർ എന്ന് പറഞ്ഞാൽ ഇരിട്ടിയാണ്. അവിടുത്തെ MLA നമുക്ക് ഏവർക്കും അറിയാം, പ്രിയങ്കരനായ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റാണ്. ഇത്തവണ ജയിച്ചാൽ മന്ത്രിയാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുടിയേറ്റ കർഷകർ അദ്ദേഹത്തെ കൈവിടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എതിരാളി ശൈലജ ടീച്ചറായാലും വേറെ ആരായാലും ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ തവണ ജയിക്കുമെങ്കിൽ, തോൽക്കുമെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ തവണ തോൽക്കുമായിരുന്നു. കഴിഞ്ഞ തവണ സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞൊരു ധീര സഖാവ് വളരെ വലിയ മത്സരം സംഘടിപ്പിച്ചു. പൊതുവേ ഒരു പിണറായി തരംഗമായിരുന്നു. അതിലുപരി ഈ സഖാവിന് അനുകൂലമായിട്ട് നാട്ടിലുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരും പോപ്പുലർ ഫണ്ടുകാരും മുസ്ലിം ലീഗിൽ തന്നെ ഒരു വിഭാഗം കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. എന്നിട്ടും സണ്ണിയെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ സണ്ണി ജോസഫിന് തന്നെയാണ് മേൽക്കൈയുള്ളത്. അപ്പോൾ ആ സീറ്റ് കോൺഗ്രസ് നിലനിർത്തും എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് തന്നെ പറയാം. ഇരിക്കൂറിൻ്റെ കാര്യം അതിനേക്കാളും വലിയ തമാശയാണ്. എത്രയോ കൊല്ലം ഈ കോട്ടയത്തുകാരനായ KC ജോസഫ് എന്ന് പറഞ്ഞ അച്ചായൻ കോട്ടയത്ത് നിന്ന് ട്രെയിനിൽ കയറി അവിടെ ചെന്ന് മത്സരിക്കുക, ജയിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അവിടെ നിന്ന് തിരിച്ചു വരികയും ചേരുന്ന ഒരു സ്ഥലമാണ് ഇരിക്കൂർ. അത്രയും ക്ഷമാശീലരാണ് അവിടെയുള്ള ആളുകൾ. എത്രയോ കൊല്ലം ഈ മനുഷ്യൻ തിരിഞ്ഞു പോലും നോക്കാതെ അവിടുന്ന് ജയിച്ചു. ഇരിക്കൂറിലെ MLA സജീവ് ജോസഫാണ്. സ്ഥാനാർത്ഥിയും അദ്ദേഹം തന്നെ ആയിരിക്കും. പക്ഷേ അദ്ദേഹം തന്നെ ആയിരിക്കും അവസാനം വരെ MLA നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ മരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. കേരളത്തിൽ UDFന് വലിയ ഭൂരിപക്ഷം കിട്ടുകയും സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനായിട്ട് ഈ പാണ്ഡനും മണിയനും അപ്പം പങ്കുവച്ച കഥയിലെ കുരങ്ങച്ചൻ്റെ രൂപത്തിൽ KC വേണുഗോപാൽ അവതരിക്കുകയും ചെയ്താൽ KC വേണുഗോപാലിന് വേണ്ടിയിട്ട് സജീവ് ജോസഫ് രാജിവെക്കും. അവിടെ നിന്ന് വേണു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടും, അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാവും എന്ന് ഒരു കഥ അല്ലെങ്കിൽ ഒരു ഇതിവൃത്തം കോൺഗ്രസ് വൃത്തങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമായാൽ സജീവ് ജോസഫ് ആയിരിക്കില്ല കേരള മുഖ്യമന്ത്രി KC വേണുഗോപാലായിരിക്കും ആ മണ്ഡലത്തെ തുടർന്ന് പ്രതികരിക്കുക.
ഏതായാലും ഇരിക്കൂറിൽ ഒരട്ടിമറിക്കും ഒരു സാധ്യതയുമില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് കട്ടായമായിട്ട് പറയാൻ കഴിയും. കണ്ണൂരിൽ ബാക്കിയുള്ള 2 മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ഒന്ന് കണ്ണൂർ ടൗൺ മണ്ഡലമാണ്. ടൗൺ മണ്ഡലത്തിൽ കോൺഗ്രസും ലീഗും പ്രബല ശക്തികളാണ്. മാർക്സിസ്റ്റുകാരും ഏതാണ്ട് തുല്യ നിലയിലുണ്ട്. കഴിഞ്ഞ 2 തവണയായിട്ട് അവിടെ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്നത് കടന്നപ്പള്ളി രാമേന്ദ്രനാണ്. അത് കെ സുധാകരൻ അവിടെ നിന്ന് മാറുകയും പിന്നീട് അബ്ദുള്ളക്കുട്ടിയുടെ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുകയും ചെയ്തതിന് ശേഷം അബ്ദുള്ളക്കുട്ടി അവിടെ നിന്ന് മാറിയപ്പോഴാണ് ഈ സീറ്റ് വീണ്ടും LDF പിടിച്ചത്. LDFന് ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള സീറ്റാണ് കണ്ണൂർ. കടന്നപ്പള്ളി രാമേന്ദ്രൻ ഒരു സാധു ആയതുകൊണ്ട് അദ്ദേഹത്തിനോട് ആർക്കും പ്രത്യേകിച്ച് വിരോധമില്ല. കോൺഗ്രസ്സുകാർ തന്നെ കുറച്ച് പേര് അദ്ദേഹത്തെ സഹായിക്കും. കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കും ഈ ലീഗും കോൺഗ്രസും തമ്മിലുള്ള മൂപ്പളമ തർക്കമൊക്കെ അതിൻ്റെ അകത്ത് ഘടകങ്ങളാണ് എന്ന് വെച്ചോളൂ. ഏതായാലും കടന്നപ്പള്ളി വീണ്ടും മത്സരിച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചർച്ചാ വിഷയം. അത് ഏതാണ്ട് തുല്യ നിലനിൽക്കുന്ന മണ്ഡലമാണ്. എന്നാൽ ഇത്തവണ ആൻറ്റി ഇൻകംബൻസി ശക്തമായതുകൊണ്ട് UDF ജയിക്കാനാണ് ചെറിയ സാധ്യത മറ്റേനേക്കാൾ കൂടുതലായിട്ട് കാണും. അടുത്ത സീറ്റ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന അഴീക്കോടാണ്. അഴീക്കോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ടയായിരുന്നു. മുസ്ലിം വോട്ടർമാർ സാമാന്യമായിട്ടുള്ള സ്ഥലമാണ്. ലീഗിന് അത്ര വലിയ ശക്തിയൊന്നുമില്ല. എങ്കിൽ പോലും KM ഷാജി 2 തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഷാജി തോറ്റുപോയി. KB സുമേഷ് എന്ന് പറഞ്ഞ ഒരു സഖാവാണ് ഇപ്പോൾ മണ്ഡലത്തിൽ പ്രതികരിക്കുന്നത്. CPMൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെ ആയിരിക്കും. ലീഗ് സ്ഥാനാർത്ഥി ആരാണെന്ന് വ്യക്തമായിട്ടില്ല. ഷാജി വീണ്ടും പറയാനുള്ള സാധ്യത കുറവാണ്. ആ സീറ്റ് CPM നിലനിർത്തുമോ അതോ ലീഗ് പിടിച്ചെടുക്കുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്നാലും എൻ്റെ ഒരു അനുമാനം മാർക്സിസ്റ്റ് പാർട്ടി എന്ത് വില കൊടുത്തും അഴീക്കോട് നിലനിർത്തും എന്ന് തന്നെയാണ്.